പ്രശാന്തിന്റെ കൂടെ വർക്ക് ചെയ്ത് ഐ ലേൺഡ് എ ലോട്ട് ആക്ച്വലി. ഐ മീൻ ഇത് മലയാളത്തിൽ വന്നിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന തരത്തിലുള്ള സിനിമകൾ വരുന്നുണ്ട്, അണിയറയിലുണ്ട്. നമുക്ക് ഒരു പ്രേമം ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്കൂളിൽ പോകാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ഇല്ല. അതുപോലെ നമുക്ക് ഓരോ ദിവസം ഷൂട്ട് കഴിഞ്ഞ് പിറ്റേന്ന് പോകാൻ നമ്മള് എനർജിയാണ് മാൻ. അടുത്ത ഒരു വരവ് റൈഫിളിലൂടെയാണ്. അപ്പോ എത്തരത്തിലുള്ള വിഷ്ണുവിനെ ആയിരിക്കും അവിടെ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുക? എനിക്ക് തോന്നുന്നു. നമസ്കാരം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ആക്ടർ വിഷ്ണു അഗസ്തിയാണ്. വിഷ്ണു, ഹലോ. ആൻഡ് സംഘർഷഘടന IFFK നിറഞ്ഞ കയ്യടികളോടെ പ്രദർശനം പ്രീമിയർ പൂർത്തിയായി. എന്ത് തോന്നുന്നു? ഐ മീൻ ഭയങ്കര നല്ല ഒരു എന്താ പറയുക, ഈ അടുത്തിടയ്ക്ക് ഞാൻ അഭിനയിച്ചതാകട്ടെ അതല്ലാതാകട്ടെ എനിക്ക് ഭയങ്കര രസമുള്ള തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു. അജന്തയിൽ ഇത്രയും ആളുകളോടൊപ്പം നമ്മൾ ചെയ്തൊരു സിനിമ ഇതാക്കും. ഞാൻ IFFK വന്ന് സിനിമകൾ കണ്ടിട്ടുള്ള ആളാണ്. അപ്പോൾ ആ ഒരു ഇതിൽ എങ്ങനെയോ അറിഞ്ഞോ അറിയാതെ പ്ലാൻ ചെയ്യാതെ തന്നെ കഴിഞ്ഞതിൻ്റെ അങ്ങേ വർഷം 1001 നുണകൾ, അതിൻ്റെ അത് കഴിഞ്ഞ് OBB, ഇപ്പോൾ പ്രശാന്തിനോടൊപ്പം വരാൻ പറ്റി. അപ്പോൾ അടുപ്പിച്ച് 3 വർഷം ഇവിടെ ഐ മീൻ സ്ക്രീൻ ചെയ്യുന്ന സിനിമകളോടൊപ്പം വരാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷമുണ്ട്. ഭയങ്കര സന്തോഷം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സംഘർഷങ്ങളുടെ ഒരു ഘടന ഉണ്ടാക്കുന്നത് കുഞ്ഞനന്തനാണ്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കഥാപാത്രം. കാരണം സുനി ഓടുന്ന പാത്ത് ഏതാണോ അത് ശരിക്കും കുഞ്ഞനന്തൻ വെട്ടിക്കൊടുത്തതാണ് എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ആ ക്യാരക്ടർ എങ്ങനെയായിരുന്നു അതിലേക്ക് എത്തുന്നത്? ബേസിക്കലി എനിക്ക് ഞാൻ ആവാസ് യോഗം കണ്ടതിന് ശേഷം പിന്നെ ഞങ്ങൾക്ക് മ്യൂച്വൽ ഫ്രണ്ട്സ് ഉണ്ട്, കൃഷാന്തിനും എനിക്കും ഒക്കെ. അപ്പം അങ്ങനെ ഞങ്ങൾ മീറ്റ് ചെയ്തിട്ട് ആ സമയത്ത് ആ ഒരു വിൻഡോയിൽ എനിക്ക് വർക്കും ഇല്ല. പുള്ളിക്കാരൻ ഒരു ഫിലിം ചെയ്യാനായിട്ട് ഇരുന്നിട്ട് അത് ഡ്രോപ്പായി. പുള്ളി വളരെ പെട്ടെന്ന് പുള്ളി നേരത്തെ സ്ക്രാച്ച് ചെയ്ത് വെച്ചിരുന്നൊരു ഐഡിയ ഷെയർ ചെയ്തപ്പോൾ ഞാൻ അസിസ്റ്റ് ചെയ്യാം എന്ന് പറയുന്നത്. അങ്ങനെ ഞാൻ പോയി അതിൽ ഇങ്ങനെ ഐ മീൻ അതിൻ്റെ കാസ്റ്റിങ് വർക്ക് ചെയ്യുന്നുണ്ട്. ഐ മീൻ ഇങ്ങനെ ചിലപ്പോൾ നമ്മൾ റൈറ്റിംഗ് സംസാരിക്കുമ്പം ചില സജഷൻസ് അതും ഇതുമൊക്കെ നമ്മളിങ്ങനെ സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് എന്നോട് മാൻ ഇതിൽ ഒരു രസമുള്ളൊരു പോർഷനുണ്ട് പ്ലേ ചെയ്യാൻ, ഇത് താൻ പ്ലേ ചെയ്താൽ എനിക്ക് സന്തോഷമാകുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഓ മാൻ. ഐ മീൻ ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഒരു കൃഷാന്ത് ഫിലിമിൽ ഇവിടെ വരാൻ പറ്റിയതിൽ എനിക്ക് ഭയങ്കര 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 ഹാപ്പിയാണ്. നമ്മൾ കുഞ്ഞനന്തനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഒരുപാട് ഡയമെൻഷനുള്ള കഥാപാത്രമാണ്. അതായത് ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് പല സ്ഥലത്തായിരിക്കും കുഞ്ഞനന്തന്റെ മനസ്സ് ഇങ്ങനെ പോകുന്നത്. ആസ് എ ക്യാരക്ടർ അതിലേക്ക് എങ്ങനെയാണ് എന്താ പറയുക പ്രിപ്പയർ ചെയ്യുന്നത്? കാരണം എനിക്കൊന്ന് ഡയലോഗ്സ് വളരെ കുറവാണ്, അപ്പോൾ ആക്ഷൻസ് ആണ് ഏറ്റവും കൂടുതൽ. അപ്പോൾ അതിലേക്ക് ആ ഒരു ക്യാരക്ടറിലേക്ക് എങ്ങനെയാണ് പ്രിപ്പയറിങ്? എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ മാൻ ഫിലിം മേക്കറോടൊപ്പം റൈറ്ററോടൊപ്പം ഒക്കെ നമ്മൾ കുറേ അധികം സമയം നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് സമയം കഴിയുമ്പോൾ ആ വേൾഡിലാവും. ആ വേൾഡിൽ നിന്ന് പിന്നെ നമുക്കൊരു വഴി വെട്ടിയെടുക്കാൻ എളുപ്പമുണ്ട്. എനിക്ക് തോന്നുന്നു റാൻഡമിലി നിങ്ങളിപ്പോൾ എന്നോടൊരു കഥ പറഞ്ഞ് നമ്മൾ ഷൂട്ടിൻ്റെ അന്ന് കാണുന്നു എന്ന് പറയുന്ന സ്ഥലമല്ലാതെ നമ്മൾ കുറച്ച് നാൾ ഈ വേൾഡിൽ തന്നെ ഹാങ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് മനസ്സിലാവും മച്ചാൻ എന്താ വേണ്ടത്, ഇൻവോൾവ് ആയിട്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു ഡൈനാമിക്സ് വരും. പിന്നെ എനിക്ക് ആർട്ട് ഓഫ് വാർ എന്ന് പറഞ്ഞാൽ ഇത്രയും വർഷം പഴക്കമുള്ള ഇപ്പോഴും എന്താ പറയുന്നത് സ്ട്രാറ്റജീസ് പ്ലാൻ ചെയ്യാനും ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ ഇപ്പോഴും ആളുകൾ റെഫർ ചെയ്തുകൊണ്ടിരിക്കുന്ന ആർട്ട് ഓഫ് വാർ എന്ന് പറഞ്ഞ ബുക്ക് ഇവിടുത്തെ 2 ഗാങ്സ്റ്റർ രണ്ട് ടീമിനെ വെച്ച് ഐ മീൻ നമുക്ക് 2 കൺട്രി പോലെയോ എങ്ങനെ വേണമെങ്കിലും അങ്ങനെ പ്ലേസ് ചെയ്യാം. അപ്പൊ ആ പ്ലേസ്മെന്റിൽ ഫിലിം മേക്കർ ഇതേ സ്ഥലത്ത് നിന്നുകൊണ്ട് ഹ്യൂമൻ സ്ഥലത്തെ കളിയാക്കുന്നുണ്ട്. എന്നാൽ വാറിന്റെ എല്ലാ ഏരിയസ്, ഇമോഷണൽ ഏരിയ, സ്ട്രാറ്റജിക്കൽ ഏരിയ, ഷാർപ്പ് ആകേണ്ട ഏരിയ, ഇതെല്ലാം ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പൊ നമുക്ക് ബേസിക് മോട്ടീവ് എന്താണ് നമ്മൾ ഈ ഫിലിം കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഈ ഫിലിം എന്തിനാ നമ്മൾ ഉണ്ടാക്കുന്നത് എന്നുള്ള കാര്യം ഫിലിം മേക്കറോടൊപ്പം കുറേ സമയം സ്പെൻഡ് ചെയ്ത് നമുക്ക് മനസ്സിലാവും. ആ ഒരു കളക്റ്റീവിൽ നിന്ന് നമ്മളിങ്ങനെ പ്ലേ ചെയ്യുമ്പോൾ എനിക്ക് ഇങ്ങനെയാണ് തോന്നുന്നത്, ഇപ്പോൾ ഇങ്ങനത്തെ അതിൻ്റെ റീസൺ പറയുമ്പം ചെയ്ത് നോക്കും വേണം. പിന്നെ എനിക്ക് തോന്നുന്നത് വെച്ചാൽ ഫിലിം മേക്കേഴ്സ് നമ്മൾ വർക്ക് ചെയ്യുമ്പം നമുക്ക് വളരെ കുറച്ച് ഫിലിം മേക്കേഴ്സിനെ അങ്ങനെ കിട്ടും. അതായത് കൃഷാന്ത് സൂപ്പർ പ്ലാൻഡ് ആണ്, എല്ലാ കാര്യങ്ങളും പ്ലാൻഡ് ആണ്. ബട്ട് അത് നമ്മൾ ആ പ്രസൻറ്റിൽ അത് നടക്കുന്ന സമയത്ത്
ഒരു 60% ബാക്കി ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്തിട്ട് ബാക്കി 40 ആ മാജിക്കിന് വിടും. ഓക്കെ, മനസ്സിലാവും. നമ്മൾ എനിക്ക് തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഭയങ്കര വഴക്കമാണ്. കുറെ കാലം കൊണ്ട് ഫിലിം മേക്കിങ്ങിലൂടെ വന്ന വഴക്കമായിട്ടാണ് ഞാൻ കരുതുന്നത്. കാരണം ഇല്ലെങ്കിൽ നമ്മൾ പ്ലാൻ ചെയ്തത് ഒരു സ്ഥലത്തേക്ക് തന്നെ ആക്ടറെ എത്തിക്കാനോ അല്ലെങ്കിൽ ബാക്കിയുള്ള എല്ലാ ഡിപ്പാർട്ട്മെന്റും എത്തിക്കാനും നമ്മൾ പ്ലാൻ ചെയ്ത സാധനം പ്രിസൈസ്ലി, കാരണം ഞാൻ അത്രയും പണിയെടുത്താണല്ലോ. അപ്പൊ അത് കൃത്യമായി അങ്ങ് എത്തിക്കാനായിരിക്കാം. അത് വിച്ച് ഈസ് നോട്ട് റോങ്, ബട്ട് അതിൽ തന്നെ ഈ പ്ലാൻഡ് എല്ലാം ആക്കിയിട്ട് നമ്മൾ എക്യൂപ്ഡായി നിന്നുകൊണ്ട് ആ മാജിക്കിന് വിട്ടുകൊടുത്ത് നിൽക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ മാജിക്കിന് വെളിയിൽ പോകുന്ന കാര്യം പുള്ളി ചിലപ്പോൾ ഐഡന്റിഫൈ ചെയ്യും. ഭയങ്കര രസമാണ്. ആസ് എൻ ആക്ടർ, ഞാൻ വെച്ചാൽ എവറി ആക്ടർ നമ്മൾ വർക്ക് ചെയ്തിട്ടുള്ളത്, ഇപ്പം കൃഷാന്തിൻ്റെ കൂടെ വർക്ക് ഒരു തവണ ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ പറയുന്നത് വെച്ചാൽ ഞാൻ നെക്സ്റ്റ് ഒരു പരിപാടിയിൽ ഒന്നുമില്ലെങ്കിൽ ഞാൻ ഒരു പാസിംഗ് എങ്കിലും ഞാൻ പോകുന്നു പറയും. ഞങ്ങൾക്ക് അങ്ങനെ ഒരു ബന്ധമൊക്കെ ഉണ്ട്. ബട്ട് ഐ ജസ്റ്റ് വാണ്ട് ടു ബി ദ പാർട്ട്. അപ്പോൾ ഐ ലവ് ഹിം ആസ് എ ഫിലിം മേക്കർ, ആസ് എ പേഴ്സൺ. നമ്മളത് നേരത്തെ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാം അത് കുടമഴ സുനിയുടെ കൂടെ നിൽക്കണോ, അതല്ലാതെ വേറെ എന്താ പറയുക കുഞ്ഞിനെ തന്നെ കൂടെ നിൽക്കണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ നമുക്ക് ഉണ്ടാവും. ആൻഡ് ഒരു പോയിന്റ് കഴിഞ്ഞ പിന്നെ ഞാൻ ആലോചിച്ചത് എന്തിനാണ് ഞാൻ സുനിയുടെ കൂടെ നിൽക്കണം. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അവരുടെ ഒരു സ്ട്രഗിൾസ്, നിങ്ങളുടെ ഒരു സ്ട്രഗിൾസും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഇനി ഞാൻ നിൽക്കേണ്ടത് കുഞ്ഞിന്റെ കൂടെയാണോ എന്നുള്ളൊരു തോന്നലാണ്. പിന്നെ അതിന്റെ ജസ്റ്റിഫിക്കേഷൻസ് അവിടെ വരുന്നുണ്ടെങ്കിൽ പോലും ആസ് എ ക്യാരക്ടർ നമുക്ക് സ്വിച്ച് ചെയ്യാണല്ലോ, ഇത് ഓരോ രീതിയിലും സ്വിച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ പ്രോസസ് എൻജോയ് ചെയ്യുന്നു, ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. പിന്നെ അതിലിപ്പോ സെൻട്രൽ ചെയ്ത് സുനി ക്യാരക്ടർ ചെയ്ത് ഞാനും അവനും ഒരുമിച്ചാണ് ഇൻസോംനിയ നൈറ്റ്സ് എഴുതുന്നത്. അപ്പൊ ആ കാലഘട്ടം മുതൽ ഞങ്ങൾ എന്തെങ്കിലും ഒരു വെളിച്ചം കാണാൻ വേണ്ടി പരിശ്രമിക്കുന്ന സമയം മുതൽ അറിയാവുന്ന ആളുകളാണ്. അപ്പൊ അവൻ സെൻട്രൽ ചെയ്യുന്നു അല്ലെങ്കിൽ അവൻ പ്ലേ ചെയ്യുന്നതിന്റെ കൂടെ പ്ലേ ചെയ്യുന്നതിൽ എനിക്ക് അതിൽ വേറൊരു തരം കിക്ക് ഉണ്ടായിരുന്നു. പിന്നെ ഇത് ബേസിക്കലി ഇങ്ങിയാങ് തന്നെയാണ്. അതായത് ആദ്യം നമുക്ക് സുനിയുടെ കൂടെ നമ്മൾ ട്രാവൽ ചെയ്ത് സുനിയുടെ ഒരു ഡാർക്ക് പോർഷനെ നമ്മൾ കാണിക്കും. ആദ്യം എന്നാൽ കുഞ്ഞനെ ഭയങ്കര ഡാർക്ക് പോർഷനിൽ നിന്ന് ഒരു സ്ഥലത്തേക്ക് വരും. അപ്പൊ ഈ രണ്ടുപേരിലും ഈ ഇങ്ങിയാങ് വർക്കാണ്. ഡാർക്ക് ആൻഡ് ബ്രൈറ്റ് ഒരേ സമയത്ത് റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇതാണ്. മ്യൂച്വലി അങ്ങനെ തന്നെയാണ്. എനിക്ക് തോന്നുന്നു എല്ലാ ഹ്യൂമനും അങ്ങനെ തന്നെയാണ്. ഡിഫറെന്റ് ഇമോഷൻസ് ആണ്. പിന്നെ എന്താ പറയുന്നത്, മറ്റേ നമ്മളെപ്പറ്റി മോശം പറയാനും നമ്മളെപ്പറ്റി നല്ലത് പറയാനും നമ്മൾ ഇമോട്ട് ചെയ്തതിലോ നമ്മൾ ഇടപെട്ടതിലോ ഒക്കെ ബാഡ് ടേസ്റ്റ് ചെയ്തവരും നല്ലത് ടേസ്റ്റ് ചെയ്തവരും ഒക്കെ ഉണ്ടാവും. ഇതെല്ലാം കൂടെ കമ്പൈൻ ചെയ്ത എല്ലാവർക്കും എന്താ പറയുന്നത്, നമുക്ക് എല്ലാ കാലവും ചിലപ്പോൾ പ്രിറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. എപ്പോഴും എല്ലാവരിലും അക്സെപ്റ്റൻസ് ഉണ്ടാക്കാൻ പറ്റില്ല. നമ്മൾ പുറത്തു വരും. അപ്പൊ അത് ആർക്കെങ്കിലും ഇഷ്ടപ്പെടാതെ ഒക്കെ വരാം. വിച്ച് ഇസ് വെരി നോർമൽ. അപ്പൊ എനിക്ക് ആ ഒരു കോൺസെപ്റ്റില് വാർ അപ്പാർട്ട് ഈ ഇതിൽ വർക്ക് ചെയ്ത ബാക്കി ആക്ടേഴ്സ് എല്ലാവരുടെയും ഉള്ളിൽ കയറിയിട്ടുണ്ട്. എല്ലാവരുടെയും കൂടെ ഒരു കളക്റ്റീവ് സ്ഥലമാണ്. ഇപ്പം അതിൽ പോലീസ് ചെയ്ത മനോജ് ഖാന, ഞാൻ അങ്ങനെ കണ്ടേക്കുന്ന ഒരു റെൻഡറിങ് ഒന്നുമല്ല. ഹീസ് നാഷണൽ അവാർഡ് വിന്നിങ് ഫിലിം മേക്കറാണ്. ബട്ട് ആസ് എൻ ആക്ടർ മാൻ എനിക്ക് ഐ ലവ് ഹിം. പിന്നെ പൊന്നൻ ചേട്ടൻ എന്ന് പറഞ്ഞ ഒരു പർട്ടിക്കുലർ പോർഷൻ, എൻ്റെ ഏറ്റവും ഭയങ്കര ഈ ഫിലിമിന്റെ ടേക്ക് അവേ പൊന്നൻ ചേട്ടൻ്റെ ആ പോർഷനാണ്. കാരണം എനിക്ക് ഭയങ്കര ടച്ച് ചെയ്തു. പിന്നെ നമുക്ക് വാറിനെ ബേസ് ചെയ്ത് പറയാനുള്ളത് അയാൾ പറഞ്ഞു. ഇതിൽ ഇതാരും ജയിക്കില്ല. അത് ഐ മീൻ എന്താ പറയാ, ട്രൂലി ടച്ച് ചെയ്തിട്ടുണ്ട്. ആ ഒരു പോർഷനിൽ നമുക്ക് ഈ സുനി എന്ന് പറയുന്ന കഥാപാത്രത്തെ പൂർണ്ണമായിട്ടും കിട്ടുമല്ലോ. ആ പറയുന്ന ഡയലോഗ് തന്നെ കൃത്യമായിട്ട് അത്രയ്ക്ക് പവർഫുൾ ആയിട്ടുള്ള ഒരാൾക്കെതിരെയാണ് ഇവിടെ കുഞ്ഞു നിൽക്കുന്നത്. പരിപാടിയാണ്. ആൻഡ് ആക്ച്വലി ആർട്ട് ഓഫ് വാർ ആണെങ്കിലും ഇറ്റ്സ് എൻ ആന്റി വാർ മൂവി. പിന്നെ നമുക്ക് പുള്ളി ഇപ്പം മോറൽ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ഒരു കാര്യം എക്സ്പോസ് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടില്ല. യു ക്യാൻ സബ്സ്ക്രൈബ്, ആ ഏരിയ അങ്ങനെ തന്നെ ഇട്ടിട്ടുണ്ട്. ഇതിൽ വാർ എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും ന്യായത്തിന്റെ കൂടെ വാറിനെ സപ്പോർട്ട് ചെയ്യാൻ ഇഷ്ടമാണ് എപ്പോഴും. അപ്പൊ ഇതിലങ്ങനെ നമ്മൾ കുറേ നേരം ഫോളോ ചെയ്ത് വന്നേക്കുന്ന ഒരാളിൽ നിന്ന് പുള്ളി ഈ സ്റ്റാൻഡ് മറിക്കും. അപ്പോൾ അൾട്ടിമേറ്റ്ലി എനിക്ക് പൊന്നൻ ചേട്ടൻ പറഞ്ഞ തന്നെയാണ്, ഇതിലൊന്നും ആരും ജയിക്കാൻ അത് പ്രേക്ഷകർക്ക് വിട്ടുകൊടുത്തിട്ടാണല്ലോ ക്ലൈമാക്സ്. നിങ്ങൾ എന്ത് വേണമെങ്കിലും കരുതിക്കോളൂ എന്നുള്ളൊരു സാധനം. ഫിലിം മേക്കർ കറേജും ബ്രില്യൻസും ആണ്. അതെ തീർച്ചയായിട്ടും.
ഇപ്പം വിഷ്ണു നേരത്തെ പ്ലേ ചെയ്ത കഥാപാത്രങ്ങളിലാണെങ്കിലും ഇപ്പം പോൾസണിലാണെങ്കിലും നമ്മൾ 1001 വരുമ്പോൾ ആ ക്യാരക്ടറിലാണെങ്കിലും ഡിഫറൻസ് ഉണ്ട്. പക്ഷെ എനിക്ക് പോൾസണിലും ഈ കുഞ്ഞനിലും ചില സിമിലാരിറ്റീസ് ഫീൽ ചെയ്തിട്ടുണ്ട്. എനിക്കതിൽ ഫീൽ ചെയ്ത സിമിലാരിറ്റി എന്ന് പറഞ്ഞാൽ രണ്ടുപേരും ടീനേജിൽ ഹെവിലി വൂണ്ടഡ് ആയവരാണ് എന്നുള്ളതാണ് എനിക്ക് ആകെയുള്ള സിമിലാരിറ്റി. ഹെവിലി വൂണ്ടഡ് ആയവരാണ്. അപ്പം അതിൽ ഈ പർട്ടിക്കുലർ എന്താ പറയുക വെഞ്ചൻസിന് വേണ്ടി മാത്രം ഇൻവെസ്റ്റ് ചെയ്തേക്കുന്ന ആളാണ് കുഞ്ഞന്. ഇതിന്റെ ബാക്കി സ്ഥലങ്ങളിൽ കുറച്ചും കൂടെ വയലന്റ് ആയി എക്സ്പോസ്ഡ് ആവണമെന്ന് ആഗ്രഹമൊന്നുമില്ല. ബട്ട് എനിക്ക് പോൾസണ് ആളുകൾ പേടിക്കുന്നത്, അയാളെ കണ്ട് പേടിക്കുന്നത് ഇഷ്ടമാണ്. മറ്റേക്ക് അങ്ങനല്ല. തീർച്ചയായിട്ടും അത് ആ കഥാപാത്രം എത്രത്തോളം ഫ്രസ്ട്രേറ്റഡ് ആണെന്നുള്ളത് ആദ്യത്തെ ഷോട്ടിൽ തന്നെ കുപ്പി എറിയാൻ ആക്ഷൻ കാണിക്കുന്നതിന് കൃത്യമായിട്ട് ഒരു ഫുൾഫിൽമെന്റ് ആണ് ഇത്ര കാലത്തെ. അതെ യെസ് എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ട്. അത് എന്തുകൊണ്ടാണെന്നുള്ളത് പിന്നീടാണെന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ ബോഡി ലാംഗ്വേജസിൽ ഇങ്ങനെ മാറ്റം വരുന്നുണ്ട്. അതേസമയം നമ്മൾ ലാസ്റ്റ് ക്ലൈമാക്സ് പോർഷനിൽ 15 മിനിറ്റ്സിലേക്ക് എത്തുന്ന സമയത്ത് എത്രത്തോളം നിസ്സഹായതയുടെ അങ്ങേയറ്റത്ത് നിർത്താൻ പറ്റുമോ അങ്ങനെയാണ് അവിടെ കൊണ്ട് നിർത്തിയിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ആസ് എ പ്രേക്ഷകൻ നമുക്ക് മനസ്സിലാവില്ല നമ്മൾ ആരുടെ നിൽക്കണം എന്നുള്ളത്. അപ്പോൾ ഈ ചേഞ്ചസ് ഉണ്ടല്ലോ, ഒരു ക്യാരക്ടറിന് നിങ്ങൾ വരുത്തുന്ന ഈ ചേഞ്ചസ് ഉണ്ടല്ലോ, അത് കൃത്യമായിട്ട് നിങ്ങൾ മൈൻഡിൽ വെച്ച് നമ്മൾ പ്ലാൻ ചെയ്ത് കൃത്യമായിട്ട് തന്നെയാണല്ലോ ചെയ്തത്. എനിക്ക് തോന്നുന്നു വെച്ചാൽ അതാ ഞാൻ പറഞ്ഞത്, ഇത് കളക്റ്റീവ്, ഇത് ആരുടെയാണെന്ന് പറയാൻ പറ്റില്ല. അതാണ് ഇതിന്റെ, എനിക്ക് തോന്നുന്നു അതാണ് ഇതിന്റെ ബ്യൂട്ടി. അതായത് ഈ ഇൻപുട്ട് തന്ന ആരാ, അല്ലെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾ എന്തോ ഒരു കാര്യം പറയുമ്പോൾ പണ്ട് ആരോ എവിടെയോ പറഞ്ഞതോ കണ്ടതോ എന്തെങ്കിലുമൊക്കെ ഇതിനകത്ത് ആഡ് ഓൺ ചെയ്യുന്നുണ്ടാവാം. അപ്പം അത് ആരുടെയാന്ന് പറയാൻ പറ്റില്ല. അപ്പം ആകെയുള്ള ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹി ഷുഡ് ഫീൽ ലൈക്ക് എ ബോയ് ആ ഏരിയയിൽ. ഒരിക്കലും ഒരു മാനായിട്ടോ അങ്ങനത്തെ സ്ഥലമല്ല, ഒരു ബോയ് ആണ്. ആ ബോയ്ക്കുള്ള എല്ലാ ഫിയറും എന്താ പറയുക, എല്ലാ നിസ്സഹായതയും എല്ലാം അവിടെ ഉണ്ടാവണം എന്നുള്ള കാര്യം അതൊക്കെ ഞാൻ ആലോചിച്ചു. ഞാൻ അതുകൊണ്ട് ഇടയ്ക്ക് പോയി ക്രോസ് ചെക്ക് ചെയ്യും. ഇപ്പം അത് കരയുന്നത് പോലും അടക്കി പിടിച്ചല്ലാത്ത സ്ഥലത്ത് നിന്നുകൊണ്ട് ഓപ്പൺ ആയിട്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ലാതെ അങ്ങ് വിടത്തില്ല. അതില് കരച്ചില് ഭംഗിയൊന്നും ഇല്ലല്ലോ, ചുമ്മാ അങ്ങ്. അതെന്താ ക്യാരക്ടർ ഒന്ന് ചോദിക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ ഇമോഷൻസ് വീണ്ടും പുറത്തു വരികയാണല്ലോ. അവിടെ ദേഷ്യവും ഉണ്ട് നല്ലപോലെ, എടുക്കാനും പറ്റില്ല. അപ്പൊ അത് അവിടെയാണ് അടക്കട്ടെ. നമുക്ക് വളരെ കുറച്ച് അങ്ങനത്തെ ബ്യൂട്ടിഫുൾ റൈറ്റിംഗ് കിട്ടത്തുള്ളൂ. അതായത് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ, ഇവിടെ ചുറ്റും എല്ലാം വയലൻസ് വേൾഡ് ആണ്, നമ്മൾ അവിടെ നിൽക്കുകയാണ്, നമുക്കിത് എങ്ങനെയെങ്കിലും ബോഡി എടുക്കണമെന്നോ അല്ലെങ്കിൽ അങ്ങനത്തെയൊക്കെ ഉള്ളൂ. എന്നിട്ട് ഇതിൽ നിന്ന് അവിടെ നിന്ന് രാവിലെ മുതൽ നൈറ്റ് വരെ അവിടെ നിൽക്കുന്ന ഒരാളെ നമുക്ക് പ്ലേ ചെയ്യാൻ കിട്ടിയാലേ ഇതെനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് പോലും അറിയുള്ളൂ. മനസ്സിലാവും. അല്ലാതെ എന്ത് വന്നാലും നമുക്ക് അങ്ങ് ചെയ്ത് കളയാന്നുള്ള സാധനമല്ല ഇത്. അങ്ങനത്തെ ഒരു റൈറ്റിംഗ് വന്നിട്ട് നമ്മളിത് എങ്ങനെ ക്രാക്ക് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ അതിനകത്തോട്ട് ഇറങ്ങി കഴിഞ്ഞിട്ട് നമ്മൾ ഫിലിം മേക്കറോടാ ചോദിക്കുന്നത്, മാൻ വർക്കിംഗ് ആണ് മാൻ വർക്കിംഗ് ആണ്, ഇതിൽ സ്റ്റേ ചെയ്തോ എനിക്ക് കിട്ടുന്നുണ്ടെന്ന് പറയാം. അപ്പൊ അതാണ് നമ്മളെ അതിനകത്ത് നിൽക്കാൻ പ്രേരിപ്പിക്കുന്നത്. അപ്പൊ ഇത് പരിപൂർണമായി നേരത്തെ ഫിലിം മേക്കർ എടുക്കുന്ന ചില ശരികളൊക്കെ ഉള്ളൂ. അതല്ലാതെ ആക്ടർ ഇതാണ് ഇതിന്റെ പരിപാടി നേരെ അങ്ങ് ഇറങ്ങുന്നല്ല. എനിക്ക് കോൾ ഈസ് ഫ്രം ദ ഡയറക്ടർ. നമുക്ക് ഫിലിം മേക്കറിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലോ അല്ലെങ്കിൽ ആ സിറ്റുവേഷനിൽ പിന്നെ ഞാൻ എങ്ങനെ ഉണ്ടെന്ന് ആലോചിക്കാതെ മാക്സിമം ആ ഇമോഷനിൽ എങ്ങനെ നിൽക്കാം, അതാണ് നോക്കുന്നത്. ആസ് എൻ ആക്ടർ അതാണ് നോക്കുന്നത്. ഞാൻ കൊള്ളാമോ, എന്നെ കാണുമ്പോൾ ആളുകൾ എന്റെ അഭിനയം അങ്ങനെ ഉണ്ട്, അതല്ലാതെ ആ ഇമോഷനിൽ കുറേ നേരം നിൽക്കാൻ അങ്ങ് നോക്കുമ്പോ എന്തെങ്കിലുമൊക്കെ വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് അങ്ങനെയാണ് ഇതാക്കിയത്. ചിലപ്പോ ഓരോരുത്തർക്കും ഓരോ പ്രോസസ്സാണ്. ആ സ്ഥലം അല്ലെങ്കിൽ ആ സിറ്റുവേഷൻ നമ്മളെ ചിലപ്പോൾ ഭയങ്കരമായിട്ട് സ്വാധീനിക്കാം. പിന്നെ ഇതിന്റെ സിനിമാറ്റോഗ്രാഫർ പ്രയാഗ് ഇസ് ഞാൻ പറഞ്ഞ വെച്ചാൽ ഇവിടുത്തെ വൺ ഓഫ് ദ എന്താ പറയുന്നത് ബെസ്റ്റ് ഫിലിം സിനിമാറ്റോഗ്രാഫേഴ്സിൽ ഒരാളായിരിക്കും. ഞാൻ പറഞ്ഞ ഐ അഷ്വർ. ഓക്കെ, ബിക്കോസ് എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ അത്രയും ഭയങ്കര ടെക്സ്റ്റുമായിട്ട് ബന്ധമുള്ള ഒരാളാണ് പ്രയാഗ്.
അപ്പം അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള സമയത്തും ഈ ഫൈറ്റിൻ്റെ സമയത്തും ഒക്കെ നമ്മൾ വൻ ജോക്കൊക്കെ ക്രാക്ക് ചെയ്ത് നേരെ നമ്മൾ ഷൂട്ട് പോകുമ്പോൾ ബട്ട് ആ ബോയുടെ ആംബുലൻസ് സീൻ ആകുമ്പോഴത്തേക്ക് പുള്ളി ക്യാമറ എടുത്തിട്ട് പതുക്കെ ലെൻസ് മാറ്റണമെങ്കിൽ ആ ലെൻസിൻ്റെ സംഭവം പറയുന്നത് പോലും നമ്മൾ അതിലിരിക്കാന്നുണ്ടെങ്കിൽ ലെൻസ് ചേഞ്ച് ഉണ്ടായി അത്ര പോലും ഡിസ്റ്റർബ് ചെയ്യാതെ ഹീ നോ ദ ടെക്സ്റ്റ് ആൻഡ് ഹീ നോ എന്താ ഇപ്പൊ ഷൂട്ട് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം. അവിടെ ഇപ്പൊ ഇയാൾ എന്താ ഈ ട്രൈ ചെയ്തോണ്ടിരിക്കുന്നത് ഈ ആക്ടർ. അപ്പൊ അതിനെ ഡിസ്റ്റർബ് ചെയ്യാതെ ആ പോർഷനിൽ മാത്രം അയാളുടെ ശബ്ദം ബാക്കി എല്ലാം ഇതിനകത്തോട്ട് ഇതിനെ ഡിസ്റ്റർബ് ചെയ്യാത്ത രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യും. എന്നിട്ട് ഇത് ക്യാപ്ചർ ചെയ്യും. മനസ്സിലാവും. ഹീസ് സോ ഗുഡ്. റെഫറൻസിന് വല്ലതും എടുത്തിട്ടുണ്ടോ വിഷ്ണു? ഇതിൽ എനിക്ക് സിനിമ കണ്ടപ്പോൾ പലതിലും ഈ വോം കർവായ റെഫറൻസുകൾ ഭയങ്കരമായിട്ട് വിഷ്വലി അത് തന്നെയാണ് ഫിലിം മേക്കറും സിനിമാറ്റോഗ്രാഫറും ബേസിക്കലി ആ ലാംഗ്വേജിനെ പരിപൂർണമായും ഫോളോ ചെയ്തിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല ഇങ്യാങ് എന്ന് പറയുന്ന പർട്ടിക്കുലർ കോൺസെപ്റ്റിന് വേണ്ടി സുനിക്കും പിന്നെ ഇയാൾക്കും 2 സ്ഥലത്തേക്കുള്ള ഡച്ച് മൂവ്മെന്റ്സ് ആണ് കൊടുത്തേക്കുന്നത്. പ്രോപ്പർ ഇങ്യാങ് എന്നാണ് കൊടുത്തേക്കുന്നത്. അതൊക്കെ ഐ മീൻ എനിക്ക് തോന്നുന്നു എപ്പോഴും നമ്മുടെ ആ ഇമേജിന്റെ ലാംഗ്വേജ് ഡിസൈഡ് ചെയ്യുന്ന ഫിലിം മേക്കറും സിനിമാറ്റോഗ്രാഫറും കൂടെ ഒരു ബ്ലെൻഡ് പോയിന്റ് ഉണ്ട്. അതിലവർ ഭയങ്കര സൂപ്പർ സൗണ്ട് ആയിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് അത് ബോധപൂർവം ബോധപൂർവം ചെയ്ത ഫിലിം ലാംഗ്വേജും ബോധപൂർവ്വം അതിൻ്റെ ലൈറ്റിങ്ങും ബാക്കിയുള്ള എല്ലാ സ്ഥലങ്ങളിലും ഇപ്പോൾ നമ്മൾ അപ്പാർട്ട് ഫ്രം വേറെ എവിടെയെങ്കിലും ഒരു പമ്പോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ റെഡ് ലൈറ്റ് കയറി അങ്ങനെ റെഡ് ലൈറ്റ് ഒപ്പിച്ച് അങ്ങനെ തന്നെ ഷൂട്ട് ചെയ്യുന്നത്. സോ അതിൽ ഭയങ്കര സ്പെസിഫിക് ആണ്. ഈ ഫിലിം മേക്കിംഗ് സ്റ്റൈൽ ഇതുപോലെ മാറുമ്പം നമുക്ക് ആക്ടിങ് സ്റ്റൈലും ആ തരത്തിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന രീതിയിൽ വേണമല്ലോ. അപ്പം എനിക്ക് തോന്നുന്നു കുറച്ച് ദൂരം ഇവരോട് നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമ്മൾ അതിനകത്ത് വീഴും. എഴുത്തിൽ ഇരുന്നിട്ടുണ്ടെന്ന് പറഞ്ഞിരുന്നായിരുന്നു. അപ്പോൾ കുഞ്ഞനന്ദൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ എഴുത്തിൽ എങ്ങനെയായിരുന്നു ആ രീതി? ഇല്ല എഴുത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ടോട്ടലി ഫോമായി അദ്ദേഹം ഫുള്ള് എഴുതിയിട്ട് ഫസ്റ്റ് ഡ്രാഫ്റ്റ് എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ ഒരു ഏരിയയിൽ ഇങ്ങനത്തെ എന്തെങ്കിലും ആഡ് ഓൺ ഉണ്ടെങ്കിൽ രസമായിരിക്കത്തില്ലേ? അല്ലെ, അങ്ങനത്തെ ഉള്ളൂ. അതായത് നമ്മളിപ്പം എന്തെങ്കിലും ചെറിയ ഇൻഗ്രീഡിയൻസ് ഇട്ടെന്നേ ഉള്ളൂ. കറി ഉണ്ടാക്കുന്നത് പ്രോപ്പറായിട്ട് സാമ്പാർ ഉണ്ടാക്കി വെക്കുന്നത് കൃഷ്ണാണ്. നമ്മൾ ചിലപ്പോൾ ഉപ്പോ എന്തെങ്കിലും ഒരു 2 കിഴങ്ങൊക്കെ അരിഞ്ഞിട്ടുണ്ടാവും. ആ പ്രോസസ്സിൽ പക്ഷെ എപ്പോഴും കൂടെ ഉണ്ടായിരുന്നല്ലോ. അപ്പം അതുകൊണ്ട് കൂടെ നമുക്ക് ആ ക്യാരക്ടർ ഐ മീൻ ആ ലേൺഡ് എ ലോട്ട് മാൻ. പിന്നെ എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ RDXന്റെ ഈ RDX ഇറങ്ങുന്ന ദിവസത്തിന്റെ തലേന്ന് രാത്രി ഞാൻ ആർട്ട് ഓഫ് ഇത് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം 6 മണി 6:30 ആയപ്പോൾ ഞാൻ ഷൂട്ട് കഴിഞ്ഞ് നേരെ 8:30 ആയപ്പം പോയി കുളിച്ച് പ്രിവ്യൂവിന് പോവാണ്. അപ്പോൾ എനിക്ക് ഉറക്കമുണ്ട്. പിന്നെ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ദിസ് ഇസ് നോട്ട് എ ബാഡ് ഫിലിം എന്ന് എനിക്ക് RDX എന്ന് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ ഈ ഉറക്കമില്ലാത്തതിൻ്റെ പേരിൽ ഞാൻ നല്ലതാണോ അല്ലെങ്കിൽ അങ്ങനൊന്നും എനിക്കൊരു ജഡ്ജ്മെൻറ്റും ഇല്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ പോയി കുറച്ച് നേരം കിടന്ന് ഉറങ്ങി. പിന്നെ കൂട്ടുകാരൊക്കെ വിളിച്ചിട്ടാണ് പറഞ്ഞടാ പരിപാടി വർക്കാണ്. അതെ. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു അന്ന് വൈകുന്നേരം ഇതിൻ്റെ സക്സസ് പരിപാടികളിലെന്ന് പറഞ്ഞാൽ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് സിനിമ കണ്ടു. ഫിലിം മേക്കർ നാസിനെയൊക്കെ ഭയങ്കര സന്തോഷത്തിൽ കാണാൻ പറ്റി. അത് കഴിഞ്ഞ് അന്ന് നൈറ്റ് ഞങ്ങൾ ഷൂട്ട് ചെയ്തത് എൻ്റെ പടം റിലീസ് ചെയ്തിട്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് വെച്ചാൽ നമ്മൾ പ്രോസസ്സിൽ തന്നെ ആയിരുന്നതിൻ്റെ പേരിൽ എന്തെങ്കിലും ഒരു സക്സസ്സോ അല്ലെങ്കിൽ ക്യാരിഡ് അവേ ആയില്ല. ഐ മീൻ യെസ് ഐ ഡിഡ് സംതിങ് എന്ന് തോന്നിയില്ല. ഓക്കെ അത് വർക്കായി, താങ്ക് യു ഗോഡ്. എന്നിട്ട് ഇപ്പൊ എന്ത് ചെയ്യാം, ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതേ ഉള്ളൂ മാൻ. വേറെ ഇതിൽ ഒരു കൊടുക്ക വഴിയില്ല. വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ലേൺ ചെയ്യും, എന്തൊക്കെയോ കാര്യങ്ങൾ ലേൺ ചെയ്യും. ഒരുപാട് ഫിലിം മേക്കേഴ്സും അവരുടെ ഡിഫറെൻ്റ് അപ്രോച്ചസും കൂടി അവർ മീഡിയത്തെ എങ്ങനെ കാണുന്നു, അല്ലെ അവർ മീഡിയത്തെ എങ്ങനെ യൂസ് ചെയ്യുന്നു എന്നുള്ള സംഭവം നമ്മൾ അടുത്ത് നിന്ന് കണ്ട് ഇതിൻ്റെ ഓരോരുത്തരുടെയും അപ്രോച്ച് ഡിഫറെൻ്റ് ആയിരിക്കും, ക്രാഫ്റ്റ് ഡിഫറെൻ്റ് ആയിരിക്കും. അതിൽ നിന്ന് നമുക്ക് ഈ മീഡിയത്തെ പറ്റി ഇവരുടെ എല്ലാവരുടെയും കൂടെ ഒരു അമാൽഗമേഷൻ ഓഫ് അറിവ് നമുക്ക് കിട്ടും. അതാണ് എനിക്ക് തോന്നുന്നത് നമുക്കുള്ള കൃഷാന്തിന്റെ കൂടെ വർക്ക് ചെയ്ത് ഐ ലേൺഡ് എ ലോട്ട് ആക്ച്വലി. ഐ മീൻ ഞാൻ പറയുക വെച്ചാൽ നമ്മൾ അതിന് ശേഷവും എന്തെങ്കിലും ഒരു സ്ക്രാച്ചോ ഞാൻ ഇങ്ങനത്തെ ഒരു പരിപാടി എന്ന് പറഞ്ഞിട്ട് എന്നോട് ആദ്യ ഒരു 4-5 പേര് പറയുന്ന ഒരാളാ
ആള് എന്ന രീതിയിൽ എനിക്ക് ഓരോ ചെയ്യാനിരിക്കുന്ന ഓരോന്നും ഞാൻ സൂപ്പർ എക്സൈറ്റഡ് ആണ്. അയ്യോ ഇത് മലയാളത്തിൽ വന്നിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന തരത്തിലുള്ള സിനിമകൾ വരുന്നുണ്ട്, അണിയറയിലുണ്ട്. കൃഷാന്തിന്റെ ഭാഗത്തുനിന്ന് കൃഷാന്ത് അടുത്തൊരു മൂവ്മെന്റ് ആണ്, സംശയം വേണ്ട. നമ്മളത് ഒരുപാട് സിനിമകളിലൂടെ കണ്ടതാണ്. ഈ വൃത്താകൃതിയിലുള്ള ചതുരം മുതൽ ഇങ്ങോട്ടേക്ക് വരെ പല പല ഡിഫറെന്റ് വെറൈറ്റീസ് ആയിട്ടുള്ള സാധനങ്ങളാണ് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആൻഡ് വിഷ്ണുവിന്റെ കാര്യം എടുത്ത് നോക്കിയാലും നമ്മൾ സുർജിത്തിൽ ഭയങ്കരമായിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ആളുകളാണ് മലയാളികൾ. അവിടുന്ന് നമ്മൾ പോൾസെല്ലിലേക്ക് എത്തുന്നു, പോൾസെല്ലിലേക്ക് ഇപ്പൊ കുഞ്ഞനിലേക്ക് എത്തുന്നു, നാളെ ഇനിയിപ്പം അടുത്ത ഒരു വരവ് റൈഫിളിലൂടെയാണ്. അപ്പോൾ എത്തരത്തിലുള്ള വിഷ്ണുവിനെ ആയിരിക്കും അവിടെ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുക? എനിക്ക് തോന്നുന്നത് അപ്പാർട്ട് ഫ്രം വിഷ്ണു, ഈ ഫിലിംസും ഈ ഫിലിം മേക്കറും അയാൾ പറയുന്ന സ്റ്റോറിയും അനുസരിച്ചാണ് എന്നുള്ളതാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അതായത് നമ്മളിപ്പം നമ്മളോട് ഒരു ഫിലിം മേക്കർ ഞാൻ ഇങ്ങനത്തെ ഒരു സ്റ്റോറി പറയാൻ ആഗ്രഹിക്കുന്നു, അതിൽ ഇങ്ങനത്തെ ഒരു സ്ഥലം തനിക്ക് പ്ലേ ചെയ്യാമോ എന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. അതിൽ എനിക്ക് തോന്നുന്നു വെച്ചാൽ ആ ഫിലിമിന്റെ ഏറ്റവും അവസാനത്തെ ഡിസിഷനൊക്കെ ആയിരിക്കും നമ്മൾ, മനസ്സിലാവുക. അപ്പം അതുകൊണ്ട് ഞാൻ ഐ ട്രൂലി ബിലീവ്, ഞാൻ പറയാ വെച്ചാൽ ഞാൻ ഒരു ഫുൾ ടൈം പ്രേക്ഷകനും പാർട്ട് ടൈം ആക്ടറുമാണ്, മനസ്സിലാവുക. അപ്പം അതുകൊണ്ട് എനിക്കും കൂടെ കാണാൻ ആഗ്രഹമുള്ള, അല്ലെങ്കിൽ ഫിലിമിനെ കുറച്ചും കൂടെ ഭയങ്കര രസമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഫിലിം മേക്കേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റണേ എന്നൊരു ആഗ്രഹമാണ് എനിക്ക് ഏറ്റവും കൂടുതലുള്ളത്. പിന്നെ അതുകൊണ്ട് തന്നെ എന്താ പറയുന്നത്, നമ്മളിപ്പം കാണുന്ന സിനിമകൾ, അപ്പം ഫിലിം മേക്കേഴ്സിനെ മീറ്റ് ചെയ്യുമ്പോൾ ഞാൻ ചിലപ്പം ഈ സിനിമ കണ്ടിട്ടുണ്ടോ ഇല്ല എന്ന് പറയുമ്പോൾ ഞാൻ ആ ഫിലിം മേക്കറെ പോയി തപ്പി കണ്ട് എന്തെങ്കിലുമൊക്കെ കാണും. അപ്പം ഇതൊക്കെയാണ് നമ്മളെ എഡ്യൂക്കേറ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് ഐ ട്രൂലി ബിലീവ് വിഷ്ണു അല്ലെങ്കിൽ ഏത് ആക്ടറോ ആയിക്കോട്ടെ, വിഷ്ണുവിനേക്കാളൊക്കെ ഒരുപാട് വലുതാണ് ഒരു സിനിമ. ഐ ട്രൂലി ബിലീവ്. വേറൊരു കാര്യം, നല്ല നല്ല സൗഹൃദങ്ങളിൽ നിന്നാണ് ഏറ്റവും നല്ല സിനിമകളുണ്ട്. അപ്പോൾ എനിക്കൊന്ന് നമ്മുടെ ആർട്ട് ഓഫ് വാർ എന്ന് പറയുന്ന സിനിമ ഉണ്ടാകുന്നതും ഭയങ്കര സൗഹൃദത്തിൽ നിന്നാണ്. ഐ മീൻ നമുക്ക് ഒരു പ്രേമം ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്കൂളിൽ പോകാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ഇല്ല. അപ്പൊ അതുപോലെ നമുക്ക് ഓരോ ദിവസം ഷൂട്ട് കഴിഞ്ഞ് പിറ്റേന്ന് പോകാൻ നമ്മള് എനർജിയാണ്. മാൻ എവിടെ ഞാൻ എത്തി, എല്ലാവരും പ്രോപ്പർ ടൈം ആയിരിക്കും, നമ്മൾ ഷോട്ട് വെക്കാൻ പറയുന്ന ടൈം ഷോട്ട് വെച്ചിരിക്കും. ആൻഡ് ഇറ്റ് വാസ് ഗ്രേറ്റ് മാൻ, ഭയങ്കര രസമായിരുന്നു വർക്ക്. നിങ്ങളുടെ സൗഹൃദങ്ങളിൽ നിന്ന് ഇനിയും കിടിലം പരിപാടികൾ വരട്ടെ. താങ്ക് യു മാൻ, താങ്ക് യു. നിങ്ങളുടെയും പരിപാടികളൊക്കെ ഉഷാറാവട്ടെ.